വാഹനങ്ങൾ പോകുന്നതിനിടെ റോഡ് അപ്രതീക്ഷിതമായി താഴേക്ക് അടർന്നു വീണു. വലിയ അപകടം ഒഴിവായത് തലനാരിഴയ്ക്കാണ്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന മലപ്പുറം തിരൂരങ്ങാടി കക്കാടാണ് ഈ സംഭവം. മലപ്പുറം തിരൂരങ്ങാടി കക്കാട് ഭാഗത്താണ് 6 വരി ദേശീയപാത നിർമ്മാണം നടക്കുന്ന മേഖലയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് വാഹനങ്ങൾ സ്ഥിരമായി പോകുന്ന റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും അടർന്നു വീഴുന്നത്. ആ ഒരു മേഖലയിലെ നാട്ടുകാർ അത് ഉടനടിക്ക് കാണുകയും വാഹനങ്ങൾ വഴിതിരിച്ചുവിടുകയും ചെയ്തതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത്. ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം, എനിക്ക് പിൻഭാഗത്ത് സ്ഥിരമായി വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ ഒരു നിർമ്മാണം നടക്കുന്ന മേഖലയായതുകൊണ്ട് ആശ്രയിച്ചിരുന്ന ഈ സർവീസ് റോഡിന്റെ ഈ ഭാഗമാണ് അടർന്നു വീണിരിക്കുന്നത്. അത്രത്തോളം ഭയാനകരമായ ഒരു കാഴ്ചയാണ്. ഒരു ബസ് ഇതിലൂടെ കടന്നുപോയ സമയത്താണ് ആദ്യമായി അവിടെ ഒരു വിള്ളൽ കാണപ്പെട്ടത്. ഉടനെ തന്നെ നാട്ടുകാർ ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ തന്നെ തടഞ്ഞു നിർത്തിക്കൊണ്ട് മറ്റു മേഖലകളിലൂടെ കടത്തിവിടുകയായിരുന്നു. വലിയൊരു അപകടമാണ് ഈ ഒരു മേഖലയിൽ അതുകൊണ്ട് തന്നെ ഒഴിവായത്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വലിയ രീതിയിൽ മണ്ണെടുക്കുന്നുണ്ട്. ശാസ്ത്രീയമായ നിർമ്മാണമൊക്കെ തന്നെയാണ് ഈ റോഡ് ഇടിയാൻ കാരണം എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. എപ്പോഴാണ് ഈ സംഭവം? 12:10 കൂടിയാണ് സംഭവം. ഇതിന് ഈ മണ്ണിടിയുന്നതിന്റെ ബാക്ക് ഭാഗത്ത് ഒരു ബസ്സും ടിപ്പറും ടോർസ് ലോറി ഉണ്ടായിരുന്നു. ആ ബസ് കടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ അപകടത്തിൽപ്പെട്ടിരുന്നു. അതിന് മുമ്പോട്ട് പോയതുകൊണ്ട് ഇടിഞ്ഞതോടുകൂടി വലിയ അപകടങ്ങളൊന്നും ഉണ്ടായി. സാധാരണ നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന റോഡാ, ഡെയിലി വണ്ടികളൊക്കെ പോകുന്ന റോഡാ. അപ്രതീക്ഷിതമായിട്ടൊരു വിള്ളൽ വരുന്നു, ഒന്നായിട്ട് താഴോട്ട് താഴെ പോകുന്നു. പിന്നീടാണ് അപ്പം തന്നെ ഞങ്ങൾ എന്ത് ചെയ്തേ, വാഹനങ്ങളൊക്കെ അവിടെ നിർത്തി. ഞങ്ങൾ KIT പ്രവർത്തകരുണ്ടായിരുന്നു, സുഹൃത്തുക്കൾ ഞങ്ങളെല്ലാവരും കൂടി പോയിക്കാണ്ട് വാഹനങ്ങളൊക്കെ നിർത്തി മറ്റു വഴികൾ കണ്ട് റൂട്ടുകൾ മാറ്റിവിട്ടു. അതായത് ഈ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം മണ്ണിടിഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് വിള്ളൽ ഉണ്ടാവുന്ന ഒരു ഭീഷണി ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നിന് സംഭവിച്ചതുകൊണ്ട് തലനാരിയേക്കാണ് ഒരു ബസ്സുകാരെ രക്ഷപ്പെട്ടത്. അത് ഈ സൈഡിൽ നിന്ന് കാണുന്ന മാതിരിയല്ല, ആ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒന്നായിട്ട് ഫുള്ളായിട്ട് ഇളകിയിരിക്കണം. ഇനിയിപ്പോൾ അത് സേഫ്റ്റിയാണോ, എത്രത്തോളം സേഫ്റ്റിയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വലിയ വണ്ടികൾ പോയാൽ തീർച്ചയായിട്ടും അതവിടെ രണ്ടാമത് ഇതേപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഗതാഗതം എത്ര നേരം സ്തംഭിച്ചു? വാഹനങ്ങൾക്ക് ഏത് മേഖലയിലൂടെ? 10:10 തന്നെ ഇതുവരെ ഈ സമയം വരെ നമ്മൾ റോഡ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോഴും കക്കാട് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ വാഹനങ്ങൾ തിരിച്ചു വിടുകയാണ്. തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികളെല്ലാം മമ്പുറം VK പടി വഴി തിരിഞ്ഞു പോകാനാണ് നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. മഴക്കാലം വരുന്നുണ്ടല്ലോ, അപ്പൊ നിങ്ങളെ നാട്ടുകാരെ സംബന്ധിച്ച് നിങ്ങൾ സ്ഥിരമായി ഈ ഒരു മേഖലയിൽ അപകട മേഖലയൊക്കെ തിരിച്ചറിയുന്നുണ്ടാവും. ഇത് റോഡ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന അധികൃതരോട് പറഞ്ഞിട്ടുണ്ടോ? ഇതേമാതിരി ഏകദേശം ഒരു മാസം മുമ്പ് ആ ഭാഗത്ത് മണ്ണിടിഞ്ഞിരുന്നു. അത് രാത്രിയായിരുന്നു, ഏകദേശം ഒരു 3 മാസം മുമ്പ് രാത്രിയായിരുന്നു അവിടെ മണ്ണിടിഞ്ഞത്. അതും ഇതേമാതിരി തന്നെ ആയിരുന്നു. ഒരു ടോർസ് ലോറി കടന്നു പോയതിനു ശേഷമാണ് ഇതായി പോയത്. ഇതിന് പ്രധാന കാരണം എന്താ വെച്ചാൽ ഇതിന്റെ കോൺട്രാക്ട് എടുത്ത് കംപ്ലീറ്റ് ഈ കേരളത്തിലുള്ള ആളുകളല്ല, പുറത്തുള്ള അതർ സൈറ്റിലുള്ള ആൾക്കാരാണ്. അപ്പോൾ കേരളത്തിലെ മണ്ണിനെ കുറിച്ചിട്ടോ ഇവിടുത്തെ കാലാവസ്ഥയെ കുറിച്ചൊന്നും അറിയാത്തവരോട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ആഴത്തിലാണ് താത്തിട്ടുള്ളത്. അതേപോലെ തന്നെ കോഴിച്ചിൻ്റെ ഭാഗത്തൊക്കെ. അപ്പോൾ ഇവിടുത്തെ മണ്ണിൻ്റെ ഘടന അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ചെവിടി മണ്ണ് കണ്ടു കഴിഞ്ഞാൽ അത് ഉറപ്പില്ലാത്ത മണ്ണാണ്. ആ ചെവിടി മണ്ണ് കെട്ടി ഇടുന്നതുകൊണ്ട് വെള്ളം താകുന്നതുകൊണ്ടാണ് പല ഭാഗത്ത് ഇടിഞ്ഞിട്ടുള്ളത്. എന്തായാലും കക്കാട് ഈ ഒരു സംഭവം ഉണ്ടായ ഉടനെ തന്നെ നാട്ടുകാർ ഇടപെട്ടത് മൂലമാണ് വലിയൊരു അപകടം ഒഴിവായത്. വാഹനങ്ങളൊക്കെ തന്നെ വഴിതിരിച്ചു വിട്ടു. ഉടനെ തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെത്തി അത് നിയന്ത്രിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് അത് പരിഹരിക്കാനുള്ള നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ, തിരൂർ.